ഒരു ചോദ്യം കാണുക. ഹോമിലെ സ്കൂൾ റിസോഴ്സസിൽ കാണുന്ന സ്റ്റാൻഡേർഡ് 10 എന്ന ഫോൾഡറിലെ കാർഡ് എന്ന ഫയൽ തുറന്ന് മെയിൽ മെർജ് സങ്കേതം ഉപയോഗിച്ച് പാർട്ടിസിപ്പൻസ് കാർഡ് തയ്യാറാക്കുക. ഇതിന് സ്റ്റാൻഡേർഡ് 10 എന്ന ഫോൾഡറിൽ തന്നെയുള്ള പാർട്ടിസിപ്പൻസ് എന്ന ഫയലിലെ വിവരങ്ങൾ ഉപയോഗിക്കാവുന്നതാണ്. ഈ ചോദ്യം നമുക്കൊന്ന് ചെയ്തു നോക്കാം. ആദ്യമായിട്ട് ഹോം തുറക്കുന്നു. ഹോം തുറക്കുന്നതിന് പ്ലേസസ് എന്നതിൽ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ഹോം ഫോൾഡർ എന്നതിൽ ക്ലിക്ക് ചെയ്യുക. അതല്ലെങ്കിൽ ഡെസ്ക്ടോപ്പിൽ ഇവിടെ കാണുന്ന ഹോം ഫോൾഡറിൽ ഡബിൾ ക്ലിക്ക് ചെയ്യുക. ഹോം ഫോൾഡറിൽ ഡബിൾ ക്ലിക്ക് ചെയ്യുന്നു. ഇതിൽ തന്നെയുള്ള സ്കൂൾ റിസോഴ്സസ് തുറക്കണം. അതിൽ ഡബിൾ ക്ലിക്ക് ചെയ്യുന്നു. സ്റ്റാൻഡേർഡ് 10 എന്നതിൽ ഡബിൾ ക്ലിക്ക് ചെയ്യുന്നു. തുറക്കുവാൻ പറഞ്ഞിട്ടുള്ള ഫയൽ ഇതാണ്, കാർഡ് എന്ന ഫയലാണ്. കാർഡിൽ ഡബിൾ ക്ലിക്ക് ചെയ്യുന്നു. ഇനി ഇതിൽ മെയിൽ മെർജ് സങ്കേതം ഉപയോഗിച്ചിട്ട് പറഞ്ഞ വിവരങ്ങൾ ചേർത്ത് കൊടുക്കേണ്ടതുണ്ട്. മെയിൽ മെർജ് സങ്കേതം ഉപയോഗിക്കാൻ വേണ്ടി മെനു ബാറിലുള്ള ഇൻസർട്ട് എന്ന ടാബിൽ ക്ലിക്ക് ചെയ്യുന്നു. ഫീൽഡ്സ് എന്നതിന് നേരെ മോർ ഫീൽഡ്സ് എന്നതിൽ ക്ലിക്ക് ചെയ്യുന്നു. പാർട്ടിസിപ്പൻസ് എന്ന മലയാളത്തിലുള്ള ഫോൾഡറാണ് ചേർക്കേണ്ടത്. അതിനിവിടെ ആഡ് ഡാറ്റാബേസ് ഫയൽ എന്നതിന്റെ വലതുഭാഗത്ത് കാണുന്ന ബ്രൗസ് എന്ന ടാബിൽ ക്ലിക്ക് ചെയ്യുന്നു. സ്കൂൾ റിസോഴ്സസിൽ ഡബിൾ ക്ലിക്ക് ചെയ്യുന്നു. സ്റ്റാൻഡേർഡ് 10 ഡബിൾ ക്ലിക്ക് ചെയ്യുന്നു. participants.ods എന്നുള്ള ഫയൽ ഇവിടെ കാണാം. അത് ഡബിൾ ക്ലിക്ക് ചെയ്ത് ഓപ്പൺ ചെയ്യുന്നു. നമ്മൾ ഓപ്പൺ ചെയ്ത പാർട്ടിസിപ്പൻസ് എന്ന ഫയൽ ഇവിടെ വന്നിട്ടുണ്ട്. ഇനി മെയിൽ മെർജ് സങ്കേതം ഉപയോഗിച്ചിട്ട് വിവരങ്ങൾ പാർട്ടിസിപ്പന്റ് കാർഡിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടതുണ്ട്. ആദ്യമായിട്ട് ഇവിടെ രജിസ്റ്റർ നമ്പർ ചേർക്കണം. രജിസ്റ്റർ നമ്പറിന് നേരെ ക്ലിക്ക് ചെയ്യുന്നു. പാർട്ടിസിപ്പൻസ് എന്നുള്ള ഫയൽ തുറക്കുവാൻ വേണ്ടി ഇവിടെ കാണുന്ന അടയാളത്തിൽ ക്ലിക്ക് ചെയ്യുന്നു. അതിലെ ഷീറ്റ് 1 തുറന്നു വന്നിട്ടുണ്ട്. ഇനി ഷീറ്റ് 1 ഫീൽഡുകൾ കാണാൻ വേണ്ടി വീണ്ടും ഇടതുഭാഗത്ത് കാണുന്ന ത്രികോണം പോലുള്ള അടയാളത്തിൽ ക്ലിക്ക് ചെയ്യുന്നു. അതിലെ ഫീൽഡുകൾ ഇവിടെ കാണാം. ഇനി ഓരോ ഫീൽഡുകൾ പാർട്ടിസിപ്പന്റ് കാർഡിലേക്ക് ചേർത്ത് കൊടുക്കണം. പാർട്ടിസിപ്പന്റ് കാർഡിൽ രജിസ്റ്റർ നമ്പർ എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്യുന്നു. അതിനുശേഷം ഇവിടെ രജിസ്റ്റർ നമ്പർ എന്നുള്ളതിൽ ഡബിൾ ക്ലിക്ക് ചെയ്യുന്നു. അതല്ലെങ്കിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം ഇൻസർട്ട് എന്നതിൽ ക്ലിക്ക് ചെയ്താൽ മതി. ഇനി അടുത്തത് നെയിം എന്നുള്ള ഭാഗത്ത് പാർട്ടിസിപ്പന്റ് കാർഡിൽ ക്ലിക്ക് ചെയ്യുന്നു. നെയിം എന്നുള്ളതിൽ ഫീൽഡിൽ നിന്നും നെയിം എന്നുള്ളതിൽ ഡബിൾ ക്ലിക്ക് ചെയ്യുന്നു. പിന്നീട് ക്ലാസ്, പാർട്ടിസിപ്പന്റ് കാർഡിൽ ക്ലാസ് കർസർ ഉപയോഗിച്ച് സെലക്ട് ചെയ്യുന്നു. ക്ലാസ് എന്നുള്ള ഫീൽഡിൽ ഇവിടെ ഡബിൾ ക്ലിക്ക് ചെയ്യുന്നു. ഐറ്റം 1 സെലക്ട് ചെയ്യുന്നു. പാർട്ടിസിപ്പന്റ് കാർഡിൽ ഐറ്റം 1 സെലക്ട് ചെയ്തതിന് ശേഷം ഫീൽഡിൽ നിന്നും ഐറ്റം 1 ഡബിൾ ക്ലിക്ക് ചെയ്യുന്നു. ഇനി ഐറ്റം 2 സെലക്ട് ചെയ്യുന്നു. ഐറ്റം 2 ഡബിൾ ക്ലിക്ക് ചെയ്യുന്നു. ഐറ്റം 3 സെലക്ട് ചെയ്യുന്നു. ഫീൽഡിൽ നിന്നും ഐറ്റം 3 ഡബിൾ ക്ലിക്ക് ചെയ്യുന്നു. ഇപ്പോൾ ഒന്നാമത്തെ കാർഡിൽ വിവരങ്ങൾ ചേർത്ത് കഴിഞ്ഞു. ഇനി അടുത്ത കാർഡിലേക്ക് ഇതേ വിവരങ്ങൾ ചേർക്കേണ്ടതുണ്ട്. അടുത്ത കാർഡിൽ രജിസ്റ്റർ നമ്പർ ചേർക്കുവാനുള്ളിടത്ത് ക്ലിക്ക് ചെയ്യുന്നു. അതിനുശേഷം നെക്സ്റ്റ് റെക്കോർഡ് എന്ന് ഇവിടെ കാണുന്നു. നെക്സ്റ്റ് റെക്കോർഡിൽ ഡബിൾ ക്ലിക്ക് ചെയ്യാം. അതല്ലെങ്കിൽ നെക്സ്റ്റ് റെക്കോർഡ് സെലക്ട് ചെയ്തതിന് ശേഷം ഇൻസർട്ട് എന്ന ടാബിൽ ക്ലിക്ക് ചെയ്താൽ മതി. ഡബിൾ ക്ലിക്ക് ചെയ്യാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് ഈ രീതി ഉപയോഗിക്കാം. അതായത് നെക്സ്റ്റ് റെക്കോർഡ് സെലക്ട് ചെയ്തതിന് ശേഷം ഇൻസർട്ട് എന്നുള്ള ടാബിൽ ക്ലിക്ക് ചെയ്യണം. ഇവിടെ ക്ലിക്ക് ചെയ്യുന്നു. ഇനി വീണ്ടും മെയിൽ മെർജ് ഫീൽഡ്സ് എന്നതിലേക്ക് പോകേണ്ടതുണ്ട്. മെയിൽ മെർജ് ഫീൽഡ്സ് എന്നതിലേക്ക് പോകുന്നു. അതിനുശേഷം ഷീറ്റ് വീണ്ടും ഓപ്പൺ ആക്കുന്നു. രജിസ്റ്റർ നമ്പർ എന്നുള്ളിടത്ത് ഡബിൾ ക്ലിക്ക് ചെയ്യുന്നു. നെയിം സെലക്ട് ചെയ്തതിന് ശേഷം ഫീൽഡിലെ നെയിമിൽ ഡബിൾ ക്ലിക്ക് ചെയ്യുന്നു. ക്ലാസ് സെലക്ട് ചെയ്തതിന് ശേഷം ഫീൽഡിലെ ക്ലാസ്സിൽ ഡബിൾ ക്ലിക്ക് ചെയ്യുന്നു. ഐറ്റം സെലക്ട് ചെയ്തതിന് ശേഷം ഐറ്റം 1 ഡബിൾ ക്ലിക്ക് ചെയ്യുന്നു. ഐറ്റം 2 സെലക്ട് ചെയ്തതിന് ശേഷം ഫീൽഡിൽ ഐറ്റം 2 ഡബിൾ ക്ലിക്ക് ചെയ്യുന്നു.
ഐറ്റം 3 സെലക്ട് ചെയ്തതിന് ശേഷം ഫീൽഡിലെ ഐറ്റം 3ൽ ഡബിൾ ക്ലിക്ക് ചെയ്യുന്നു. ഇനി വീണ്ടും ഇതേ പ്രക്രിയ ആവർത്തിക്കണം. അതായത് മൂന്നാമത്തെ പാർട്ടിസിപ്പന്റ് കാർഡിൽ ക്ലിക്ക് ചെയ്യുന്നു, മൗസ് പോയിന്റർ എത്തിച്ച് ക്ലിക്ക് ചെയ്യുന്നു. അതിനുശേഷം നെക്സ്റ്റ് റെക്കോർഡ് ഡബിൾ ക്ലിക്ക് ചെയ്യുക. അതല്ലെങ്കിൽ നെക്സ്റ്റ് റെക്കോർഡ് സെലക്ട് ചെയ്തതിന് ശേഷം ഇൻസെർട്ട് എന്ന ടാബിൽ ഇൻസെർട്ട് എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക. ഇൻസെർട്ട് എന്നത് ക്ലിക്ക് ചെയ്തു. ഇവിടെ വീണ്ടും മെയിൽ മെർജ് ഫീൽഡ്സ് എന്നതിലേക്ക് പോകേണ്ടതുണ്ട്. മെയിൽ മെർജ് ഫീൽഡ്സ് എന്നത് സെലക്ട് ചെയ്യുന്നു. ഷീറ്റ് ഓപ്പൺ ആക്കാൻ വേണ്ടി ഇവിടെ കാണുന്ന അടയാളത്തിൽ ക്ലിക്ക് ചെയ്യുന്നു. രജിസ്റ്റർ നമ്പർ എന്നുള്ള ഫീൽഡിൽ ഡബിൾ ക്ലിക്ക് ചെയ്യുന്നു. നെയിം സെലക്ട് ചെയ്യുന്നു. നെയിം എന്ന ഫീൽഡിൽ ഡബിൾ ക്ലിക്ക് ചെയ്യുന്നു. ക്ലാസ് സെലക്ട് ചെയ്യുന്നു. ക്ലാസ് എന്ന ഫീൽഡിൽ ഡബിൾ ക്ലിക്ക് ചെയ്യുന്നു. ഐറ്റം 1 ഫീൽഡിൽ ഐറ്റം 1 ഡബിൾ ക്ലിക്ക് ചെയ്യുന്നു. ഐറ്റം 2 ഫീൽഡിൽ നിന്നും ഐറ്റം 2ൽ ഡബിൾ ക്ലിക്ക് ചെയ്യുന്നു. ഐറ്റം 3 ഫീൽഡിൽ നിന്നും ഐറ്റം 3ൽ ഡബിൾ ക്ലിക്ക് ചെയ്യുന്നു. ഇനി നാലാമത്തെ കാർഡിലേക്ക് പോവുക. നാലാമത്തെ കാർഡിൽ രജിസ്റ്റർ നമ്പർ എന്നുള്ളിടത്ത് മൗസ് പോയിന്റർ ക്ലിക്ക് ചെയ്ത് അത് സെലക്ട് ചെയ്യുന്നു. അതിനുശേഷം നെക്സ്റ്റ് റെക്കോർഡിൽ ഡബിൾ ക്ലിക്ക് ചെയ്യുക. അതല്ലെങ്കിൽ നെക്സ്റ്റ് റെക്കോർഡ് സെലക്ട് ചെയ്തതിന് ശേഷം ഇൻസെർട്ട് എന്നതിൽ ക്ലിക്ക് ചെയ്യുക. ഇനി വീണ്ടും മെയിൽ മെർജിലേക്ക് പോവുക. മെയിൽ മെർജ് സെലക്ട് ചെയ്യുന്നു. ഷീറ്റ് ഓപ്പൺ ആക്കാൻ വേണ്ടി ഇവിടെ കാണുന്ന അടയാളത്തിൽ ക്ലിക്ക് ചെയ്യുന്നു. രജിസ്റ്റർ നമ്പർ എന്നുള്ളതിൽ ഡബിൾ ക്ലിക്ക് ചെയ്യുന്നു. അടുത്ത നെയിം എന്ന ഫീൽഡിൽ ഡബിൾ ക്ലിക്ക് ചെയ്യുന്നു. ക്ലാസ് എന്ന ഫീൽഡിൽ ഡബിൾ ക്ലിക്ക് ചെയ്യുന്നു. ഐറ്റം 1 ഡബിൾ ക്ലിക്ക് ചെയ്യുന്നു. ഐറ്റം 2 സെലക്ട് ചെയ്തതിന് ശേഷം ഐറ്റം 2ൽ ഡബിൾ ക്ലിക്ക് ചെയ്യുന്നു. ഐറ്റം 3 സെലക്ട് ചെയ്തതിന് ശേഷം ഐറ്റം 3ൽ ഡബിൾ ക്ലിക്ക് ചെയ്യുന്നു. ഇനി നമുക്ക് ഫീൽഡ്സ് എന്ന ജാലകം ക്ലോസ് ചെയ്യാം. ഇവിടെ ക്ലോസ് ചെയ്യുന്നു. അടുത്തതായി ഈ ഫയലിനെ സേവ് ചെയ്യേണ്ടതുണ്ട്. അതിനുവേണ്ടി ഫയൽ എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുന്നു. മെനു ബാറിൽ ഫയലിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം പ്രിന്റ് എന്നുള്ളതാണ് സെലക്ട് ചെയ്യുന്നത്. പ്രിന്റ് ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുന്നു. ഇവിടെ യെസ് എന്നതിൽ ക്ലിക്ക് ചെയ്യുന്നു. ഔട്ട്പുട്ടിൽ പ്രിന്റർ എന്നുള്ളത് മാറ്റി ഫയൽ എന്നുള്ളത് സെലക്ട് ചെയ്യുന്നു. സേവ് ആസ് എ സിംഗിൾ ഡോക്യുമെന്റ് എന്നുള്ളത് സെലക്ട് ചെയ്യുന്നു. ഓക്കെ എന്ന ടാബിൽ ക്ലിക്ക് ചെയ്യുന്നു. ഇനി ഫയലിനൊരു പേര് കൊടുക്കണം. പാർട്ടിസിപ്പൻസ് എന്ന് പേര് കൊടുത്തു. ഏത് ഫോൾഡറിലേക്കാണ് സേവ് ചെയ്യേണ്ടത് എന്ന് തീരുമാനിക്കണം. ഇവിടെ ഇപ്പോൾ കിടക്കുന്നത് സ്റ്റാൻഡേർഡ് 10 ആണ്. നമുക്ക് ഫോൾഡർ മാറ്റി സേവ് ചെയ്യണമെങ്കിൽ അതിന്റെ സ്റ്റെപ്പുകൾ മനസ്സിലാക്കുക. ഇപ്പോൾ ഞാനിവിടെ ഡെസ്ക്ടോപ്പിൽ IT ക്ലബ് എന്നുള്ള ഫോൾഡറിലാണ് ഇത് സേവ് ചെയ്യുന്നത്. ഡെസ്ക്ടോപ്പിൽ IT ക്ലബ് എന്ന ഫോൾഡറിൽ സേവ് ചെയ്യാൻ വേണ്ടി IT ക്ലബ് സെലക്ട് ചെയ്യുന്നു. സേവ് എന്നുള്ള ടാബിൽ ക്ലിക്ക് ചെയ്യുന്നു. ഡെസ്ക്ടോപ്പിലെ IT ക്ലബ് എന്നുള്ള ഫോൾഡർ പരിശോധിച്ച് നോക്കാം. IT ക്ലബ് എന്നുള്ള ഫോൾഡറിൽ പാർട്ടിസിപ്പൻസ് ഓഡിറ്റ് നമ്മൾ സേവ് ചെയ്ത ഫയൽ കാണുന്നുണ്ട്. അത് തുറന്നു നോക്കുക. പാർട്ടിസിപ്പന്റ് കാർഡ് തയ്യാറായി കഴിഞ്ഞു. രജിസ്റ്റർ നമ്പർ 101, 102. അതുപോലെ പേര് ശ്രദ്ധിക്കുക. ഒന്നാമത്തെ പേര്, രണ്ടാമത്തെ പേര്, അയാൾ പങ്കെടുക്കുന്ന ഐറ്റങ്ങൾ, ലളിതഗാനം, മാപ്പിളപ്പാട്ട്, പ്രസംഗം. ഇവിടെ ഐറ്റങ്ങൾ മാറിയിട്ടുണ്ട്. ഇനി നമുക്ക് രജിസ്റ്റർ നമ്പർ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. 101, 102, 103, 104, 105, 106, 107, 108 ആ ക്രമത്തിൽ തന്നെ വന്നിട്ടുണ്ട്. ലാസ്റ്റ് നമ്പർ കൂടി ഒന്ന് പരിശോധിക്കാം. 132 വരെയുള്ള കുട്ടികൾക്ക് പാർട്ടിസിപ്പന്റ് കാർഡ് തയ്യാറായി കഴിഞ്ഞു.